ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ വളരെ പ്രത്യേകതയുള്ളൊരു പഠന പരമ്പരയുടെ 28ാമത്തെ അവതരണം. നാം പഠിക്കാൻ ആഗ്രഹിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും റോമാലേഖനത്തിൽ നിന്നാണ്. റോമാലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ പഠനങ്ങൾ അതിൻ്റെ 28ാമത്തെ അവതരണത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യമായി 32ാമത്തെ വാക്യത്തിലാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ പഠനത്തിൽ നാം വ്യക്തമായി കണ്ടു 21ഓളം പാപങ്ങൾ യഹൂദമതത്തിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള പുറജാതികളുടെ ലോകം. പൗലോസ് അപ്പോസ്തലൻ ആദ്യമായി പുറജാതികളുടെ ലോകത്തിന് ആവശ്യമായ ദൈവനീതിയെക്കുറിച്ചാണ് വിവരിച്ചത്. എന്തുകൊണ്ടാണ് അവർക്ക് ദൈവത്തിൻ്റെ നീതി ആവശ്യമായിരിക്കുന്നത്? കാരണം അവർ പാപികളാണ്, കുറ്റക്കാരാണ്. ഒരു കോടതി മുറിയിൽ എന്ന പോലെ പൗലോസ് നിന്നുകൊണ്ട് അവർക്കെതിരെ തൻ്റെ വിരലുയർത്തി, അവർക്കെതിരെ കുറ്റാരോപണങ്ങൾ നിരത്തി. അവർ പ്രതികരിച്ചു, പ്രതിഷേധിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായ തെളിവുകളോടുകൂടി അത് കാണിച്ചു കൊടുത്തു. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ക്രോധം നിങ്ങളുടെ മേൽ വരുന്നത്? അതിന് വ്യക്തമായ തെളിവുകൾ കൊടുത്തു. ദൈവരെ കൈവിട്ട അവസ്ഥ കാണിച്ചു കൊടുത്തു. അത് ഏതൊക്കെ തരത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് അവിടെ ശരീരത്തിലും മനസ്സിലും വിവേകത്തിലും ദൈവത്തെ അന്വേഷിക്കുന്ന കഴിവിലുമെല്ലാം ബാധിച്ചത് എന്ന് കാണിച്ചു കൊടുത്തു. 21ഓളം പാപങ്ങൾ, 6 ഘട്ടങ്ങളായിട്ട പാപങ്ങളെ നമ്മൾ കണ്ടു. ഇവിടെ ജീവിതത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന പാപങ്ങൾ, പശ്ചാത്തലത്തിലുള്ള പാപങ്ങൾ, അല്ലെങ്കിൽ അവിടെ സ്വാർത്ഥം നിറഞ്ഞ മനോഭാവത്തിലുള്ള പാപങ്ങൾ, ബന്ധങ്ങളെ തകർക്കുന്ന പാപങ്ങൾ, അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായി അവരെ തന്നെ ഉയർത്തുന്ന തരത്തിലുള്ള പാപങ്ങൾ. ഉദാഹരണത്തിന് അവിടെ നമ്മൾ കണ്ടതുപോലെ ദുഷ്ടന്മാരും ഗർവിഷ്ഠന്മാരും ആത്മപ്രശംസക്കാരും എന്നുള്ള രീതിയിൽ സ്വയം ഉയർത്തുന്ന പാപങ്ങൾ. അതോടൊപ്പം തന്നെ പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ. അവസാനത്തെ 4 പാപങ്ങൾ നമ്മൾ കണ്ടു. കനിവറ്റവർ, വാത്സല്യമില്ലാത്തവർ, നിയമലംഘികൾ, ബുദ്ധിഹീനർ തുടങ്ങി. ഏകദേശം 21ഓളം പാപങ്ങളാണ് നിരത്തിയത്. ഇപ്പോൾ ദൈവം തള്ളിക്കളഞ്ഞത്, ദൈവം അവരെ കൈവിട്ടത് അവരുടെ സ്വഭാവത്തെ, ജീവിതത്തെ പൂർണ്ണമായി ബാധിക്കുകയാണ്. ദൈവത്തെ ഉപേക്ഷിക്കുന്ന മനുഷ്യരുടെ ജീവിത രീതി, ചിന്താഗതി, മനോഭാവം, താല്പര്യങ്ങൾ എല്ലാം ബാധിക്കും. അവൻ്റെ ബുദ്ധി വരെ ബാധിക്കും. നാം വിചാരിക്കും ദൈവത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മറ്റൊരു അപകടവും നമുക്ക് വരില്ല എന്ന്. അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം വളരെ വ്യക്തമായി തന്നെ കാണിച്ചു തരുന്നു. ദൈവത്തെ നാം പരിജ്ഞാനത്തിൽ ധരിപ്പാനായിട്ട് ഇഷ്ടമില്ലാതെ തള്ളിക്കളഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ അത് ബാധിക്കും. അത് വളരെ വ്യക്തമായി തന്നെ കണ്ടു. ഇപ്പോൾ നാം 32ാമത്തെ വാക്യത്തിലെത്തുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള പൗലോസിൻ്റെ കുറ്റാരോപണത്തിൻ്റെ പര്യവസാനം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ വക പ്രവർത്തിക്കുന്നവർ, 21ഓളം പാപങ്ങൾ നിരത്തിയതിന് ശേഷം പൗലോസ് പറയുകയാണ്, ഈ വക പാപങ്ങൾ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുക കൂടെ ചെയ്യുന്നു. അതിശക്തമായൊരു ആരോപണമാണ്. അപ്പോൾ ദൈവം കൈവിട്ട ഇവർ, ദൈവം കൈവിട്ട് കളഞ്ഞ ഇവരുടെ ജീവിതത്തിലെ സ്വഭാവം ഇപ്പോൾ എന്താണ്? എല്ലാ തരത്തിലുള്ള അഴിമതികളും ദുഷ്ടതകളും നിറഞ്ഞത്, വക്രത നിറഞ്ഞത്, അധംപതിച്ച വഷളത്വം നിറഞ്ഞ മലിനമായ ജീവിത രീതി. കാരണം ദൈവം കൈവിട്ടു. ഇപ്പോൾ 32ാം വാക്യം ആരംഭിക്കുമ്പോൾ പറഞ്ഞു, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടു. ദൈവത്തിൻ്റെ നീതിയുള്ള വിധി, ദൈവത്തിൻ്റെ ന്യായം ഇവർക്ക് അറിയാൻ കഴിഞ്ഞവരാണ്. ശരിയും തെറ്റും എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തിയതായ സത്യത്തിലൂടെ അറിയാൻ കഴിഞ്ഞവരാണ്. 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, ദൈവത്തിൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ട് കിട്ടിയവരാണ്. ദൈവത്തെ അറിഞ്ഞിട്ടും പ്രകൃതിയിലൂടെ നൽകിക്കൊടുത്ത ദൈവത്തിൻ്റെ വെളിപാട്, ലോക സൃഷ്ടി മുതലുള്ള ദൈവത്തിൻ്റെ വെളിപാട്, അവർ ജീവിക്കുന്ന പ്രപഞ്ചത്തിലൂടെയുള്ള ദൈവത്തിൻ്റെ വെളിപാട് അവരറിഞ്ഞു. ബൈബിൾ അവർക്ക് ലഭിച്ചിരുന്നു എന്നല്ല, ബൈബിൾ അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ദൈവത്തെ അറിയാനുള്ള വഴികൾ ദൈവം തന്നെ കൊടുത്തു. കാരണം ദൈവം തന്നെയാണ് അത് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ സത്യങ്ങൾ അവർ അറിഞ്ഞു. ശരിയും തെറ്റും ഇത് ദൈവം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മളിതിനെ തർക്കിച്ചിട്ട് കാര്യമില്ല. ശരിയും തെറ്റും അറിയാനുള്ള വഴി അവർക്ക് ദൈവം കൊടുത്തു. അവർക്ക് അറിയാമായിരുന്നു ചില പ്രത്യേക ജീവിത രീതികൾ തെറ്റാണ്, ചില പ്രത്യേക രീതികൾ തെറ്റാണെന്ന് അവരുടെ മനസ്സാക്ഷി വരെ സാക്ഷ്യപ്പെടുത്തിയായിട്ട് നമ്മൾ 2-ാം അധ്യായത്തിൻ്റെ 14-15 പഠിക്കുമ്പോൾ ജാതികളുടെ ആ അവസ്ഥയെ കാണാം. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ മനസ്സാക്ഷി തന്നെ അവരോട് സാക്ഷ്യം പറഞ്ഞു, ഇത് ശരിയല്ല, ഇത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. മനസ്സാക്ഷിയുടെ സാക്ഷ്യമുണ്ടായിരുന്നു. എന്നിട്ടും അവർ മനഃപൂർവ്വമായി ദൈവത്തിലുള്ള മത്സരത്തോടെ ഈ വക തിന്മകൾ, തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നിട്ട് ഏറ്റവും ഭയാനകമായ അവസ്ഥ എന്താണ്? ഈ തെറ്റുകൾ ചെയ്യുക മാത്രമല്ല, ഇതിങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാൻ മറ്റുള്ളവർക്ക് അനുവാദം കൊടുത്തു, സമ്മതം കൊടുത്തു. മറ്റുള്ളവർ ചെയ്യുന്ന ഇങ്ങനെയുള്ള തെറ്റുകളെ അംഗീകരിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചു.
അത് വളരെ മാരകമായൊരവസ്ഥയാണ്. ഒരാൾ മരിക്കുവാൻ, ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന് തുല്യമാണ്. ഇത് ആത്മീക ആത്മഹത്യയാണ്. ഒരു വ്യക്തി എന്തിനെയാണോ സ്നേഹിക്കുന്നത് അത് ആ വ്യക്തിയെ വല്ലാതെ സ്വാധീനിക്കും. ആ വ്യക്തി അക്കാഡമിക്കലായിട്ട്, അതായത് വിദ്യാഭ്യാസപരമായി, ഉപദേശപരമായി എന്തൊക്കെ കേൾക്കുന്നു, അറിയുന്നു, പഠിക്കുന്നു എന്നതിനേക്കാൾ ഉപരി താൻ എന്തിനെ അധികം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ആ വ്യക്തിയെ സ്വാധീനിക്കുന്നത്. ദൈവത്തെ അറിയുക, ദൈവത്തിൻ്റെ വഴികൾ അറിയുക എന്ന് പറയുന്നത് ബുദ്ധിതലത്തിൽ ഒന്നാണ്. അത് ബുദ്ധിതലത്തിലുള്ളൊരറിവ്. പക്ഷേ ദൈവത്തെ അംഗീകരിക്കുകയും എൻ്റെ വഴികൾ പ്രായോഗികമായിട്ട് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ലോകത്തിൽ അനേകം ആൾക്കാർക്ക് ബുദ്ധിപരമായിട്ട് പ്രസംഗം കേട്ടും ബൈബിൾ വായിച്ചുമൊക്കെ ദൈവത്തെക്കുറിച്ചുള്ള ബുദ്ധിപരമായ അറിവുണ്ട്. പക്ഷേ ജീവിതത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇപ്പോൾ ബുദ്ധിതലത്തിൽ ദൈവത്തെ അറിയുക എന്നുള്ളതും ജീവിതത്തിൽ ദൈവത്തിൻ്റെ സത്യം അംഗീകരിച്ച്, ദൈവത്തെ ദൈവമായി അംഗീകരിച്ച്, സ്നേഹിച്ച്, ആരാധിച്ച് പ്രായോഗിക തലത്തിൽ ആ അറിവ് കൊണ്ടുവരികയും ചെയ്യുന്നത് മറ്റൊരു കാര്യമാണ്. ഇതാണ് ദൈവം ആവശ്യപ്പെടുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ ക്രിസ്തു തന്നെ ഇപ്രകാരം പറഞ്ഞു, അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ. ഇപ്പോൾ ദൈവത്തിൻ്റെ ഹിതം ഇഷ്ടവും അന്വേഷിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്രിസ്തു പറഞ്ഞു, ഈ ഉപദേശം, ക്രിസ്തു പറഞ്ഞു, ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുമെന്ന് അറിയും. ഇപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ മനോഭാവം എന്താണ്? ദൈവത്തിൻ്റെ വചനം സത്യമറിയാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ദൈവനെ വായിക്കുമ്പോൾ, ദൈവനെ കേൾക്കുമ്പോൾ എനിക്കറിയാം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടുമെന്ന കൽപ്പന വായിക്കുമ്പോൾ ദൈവഹിതം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ അരുളപ്പാടാണ്, ഇത് ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ നിശ്ചയമാണ്, ഇതെനിക്ക് അനുസരിച്ചേ പറ്റൂ, ഇത് ദൈവത്തിൻ്റെ ആലോചനയാണ്. അവിടെ തർക്കത്തിന് കാര്യമില്ല. അപ്പോൾ അത് എൻ്റെ ഉള്ളിലുള്ള മനോഭാവമാണ് തീരുമാനിക്കുന്നത്, അത് അംഗീകരിക്കണോ ഇല്ലയോ എന്ന്. അപ്പോൾ എന്തിനെ സ്നേഹിക്കുന്നു, ആരെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം സ്വാധീനിക്കുന്നത്. ബുദ്ധിതലത്തിൽ നമുക്ക് പല ഉപദേശങ്ങൾ കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. ദൈവത്തിൻ്റെ സത്യം അറിഞ്ഞ് അനുസരിക്കാൻ ആഗ്രഹം വേണം. യോഹന്നാൻ 17:3 ക്രിസ്തു പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഏകസത്യതയുമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാണ്. ഇപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലുള്ള വിശ്വാസികൾക്ക് എഴുതുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 11 വരെ പൗലോസ് തൻ്റെ സ്വന്തം അനുഭവം പറയും. ഫിലിപ്പി ലേഖനം 3:7 വാക്യം, എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവ് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. നിരന്തരമായി ശ്രദ്ധിക്കുന്നൊരു ജീവിതം, ക്രിസ്തുവിന് പ്രസാദമുള്ളത് മാത്രം ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടുള്ളൊരു ജീവിതമാണ്. അതെല്ലാ ദിവസവും ബോധ്യമുണ്ട്. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നും വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. നിരന്തരമായൊരു ശ്രദ്ധ ജീവിതത്തിൽ പൗലോസിനുണ്ടായിരുന്നു. റോമലേഖനം 2-ാം-17-29 വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ബുദ്ധിതലത്തിൽ നമ്മൾ കുറേ അറിവുകൾ സമ്പാദിച്ചു വയ്ക്കുന്നു, കുറേ പുസ്തകങ്ങൾ വായിക്കുന്നു, ബൈബിള് പലാവർത്തി വായിക്കുന്നു, പക്ഷേ ജീവിതത്തിൽ യാതൊരു സ്വാധീനവും വരുന്നാകുന്നില്ല. അതിന് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം, ദൈവഹിതം അന്വേഷിക്കണം, എനിക്ക് ദൈവഹിതം അറിയണം എന്ന ആഗ്രഹത്തോടു കൂടി അന്വേഷിക്കണം, വായിക്കണം. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാവുകയും അത് അനുസരിക്കാൻ തയ്യാറാകുകയും ചെയ്യണം. ഇപ്പോൾ ഇവിടെ പൗലോസ് 21 പാപങ്ങളുടെ പട്ടിക അവതരിപ്പിച്ചു. അത് പൂർണ്ണമായിട്ടില്ല. കാരണം ഈ പറയുന്ന 32-ാം വാക്യത്തിൽ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. പുറജാതികളുടെ ലോകത്തോട് തനിക്ക് പറയാനുള്ളത് അവസാനിക്കുന്നത് 32-ാമത്തെ വാക്യത്തിൽ കൂടിയാണ്. 2 കാര്യങ്ങൾ വളരെയധികം അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പൗലോസ് പറയും. ഒന്നാമത് പൗലോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ ദൈവന്യായം അറിഞ്ഞു, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം നിങ്ങൾ അറിഞ്ഞവരാണ്. മരണയോഗ്യർ ഈ വക പ്രവർത്തിച്ചാൽ മരണമാണ് കിട്ടാൻ പോകുന്നത്. ദൈവന്യായം എന്ന് പറഞ്ഞാൽ ദൈവനീതിയുമായി ബന്ധപ്പെട്ട വാക്കാണ്. അതായത് ദൈവം എന്താണ് ശരിയെന്നുള്ളത് നിങ്ങൾക്ക് അറിയാനുള്ള കൃപ തന്നു, ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാനുള്ള കൃപ നിങ്ങൾക്ക് ലഭിച്ചു. പക്ഷെ നിങ്ങൾ അപ്പോൾ അറിവില്ലാതെയല്ല ഇത് ചെയ്തത്. ഈ ചെയ്തു കൂട്ടിയ പാപങ്ങളൊന്നും അജ്ഞതയിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്നല്ല. നിങ്ങൾക്കറിയാമായിരുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരാണെന്നുള്ള ദൈവത്തിൻ്റെ ന്യായം, നീതിയുള്ള മാർഗം നിങ്ങൾക്കറിയാമായിരുന്നു. അപ്പോൾ ദുഷ്ടതയിൽ പാപത്തിൽ ജീവിക്കുന്നവർ ഒരു പാപത്തിൻ്റെ എല്ലാ ഭവിഷ്യത്തുകളും എല്ലാ അനന്തരഫലങ്ങളും
അറിഞ്ഞു എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവിടെ ആഴമായിട്ട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ അവർക്കറിയാം ഈ ചെയ്യുന്നത് ശരിയല്ല. ദൈവത്തിനറിയാം നമ്മുടെ ഹൃദയവും മനസ്സും. ഈ ചെയ്യുന്നത് ശരിയല്ല, ഇങ്ങനെയല്ല ഞാൻ പ്രവർത്തിക്കേണ്ടത്, പെരുമാറേണ്ടത് എന്ന് മനുഷ്യർക്കറിയാൻ കഴിയും. അപ്പോൾ ഈ വാക്യത്തിൽ അവർ ദൈവന്യായം അറിഞ്ഞിട്ടും എന്ന് പറയുമ്പോൾ, മരണയോഗ്യർ എന്ന് ദൈവന്യായം അറിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ മരണശിക്ഷാവിധി ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവാണോ ഉണ്ടായിരുന്നത്? അതോ പാപം ഒരാളെ ദൈവത്തിൽ നിന്ന് അകറ്റും എന്നുള്ള സത്യം അവർ അറിഞ്ഞിരുന്നോ? അതെല്ലാം ഉൾപ്പെടുകയാണ്. ഒരു കാര്യം അവർക്കറിയാം, ഇത് ചെയ്താൽ ഇതിൻ്റെ ഭവിഷ്യത്തുണ്ടാകും. ഇപ്പോൾ ദൈവാത്മാവാണ് ഇത് എഴുതിയത്. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്കറിയാം, ഇത് മരണയോഗ്യരാക്കി മാറ്റും എന്നെ, ഇതെന്നെ ദൈവത്തിൽ നിന്ന് അകറ്റും, ഇതിൻ്റെ ശിക്ഷാവിധി എനിക്ക് അനുഭവിക്കേണ്ടി വരും, ഇത് ദൈവത്തിൽ ശരിയായിട്ടുള്ള കാര്യമല്ല, ഇതൊരു മനുഷ്യൻ്റെ നിലയിൽ ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇത് യോഗ്യമായ കാര്യമല്ല എന്നറിയാനുള്ള സാമാന്യ ബോധ്യം അവർക്കുണ്ടായിരുന്നു. ദൈവാത്മാവ് പറഞ്ഞതാണ്, നമ്മളതിനെ തർക്കിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ അറിവുണ്ടായിരുന്നിട്ടും അവർ അതിൽ തുടർന്നു. അതാണ് ചെയ്ത തെറ്റിനെ ഗുരുതരമാക്കുന്നത്. മാത്രമല്ല, ഭയാനകമായ മറ്റൊരവസ്ഥ കൂടി അവിടെ അവതരിപ്പിക്കും. ഇന്നുള്ള ന്യായം അവർ അറിഞ്ഞിട്ടും മരണയോഗ്യരാക്കുമെന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, ഈ അറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തിച്ചത്, അജ്ഞതയിൽ നിന്നല്ല. അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. അതാണ് ഭയാനകം. അപ്പോൾ ഇപ്രകാരമുള്ള അറിവ് ലഭിച്ചാൽ അവിടെ ഒരു കുഴിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വാഹനം ഓടിച്ച് പോകുമ്പോൾ കുഴി നമ്മൾ ഒഴിവാക്കി പോകും. അവിടെ ഒരു വിഷസർപ്പം വഴിയിൽ കിടക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതുവഴി നമ്മൾ പോകാതെ മറ്റൊരു വഴിക്ക് പോകും. ഒരു ആപത്ത് മുന്നിലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ആ വഴി നമ്മൾ ഉപേക്ഷിക്കും. ഈ വക പ്രവർത്തികൾ ചെയ്താൽ മരണമുണ്ടാകും, ശിക്ഷയുണ്ടാകും എന്നറിഞ്ഞാൽ നാം അത് ചെയ്യാതിരിക്കാൻ നോക്കും. പക്ഷെ ഇവരങ്ങനെയല്ല. മരണയോഗ്യരാക്കുമെന്ന ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അത് ചെയ്യുക മാത്രമല്ല, ചെയ്യാൻ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുകയും സന്തോഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പം മനുഷ്യൻ്റെ മത്സരത്തിൻ്റെ പരമാവധിയാണിത്. മനുഷ്യൻ ദൈവത്തോട് മത്സരിക്കുന്നതിൻ്റെ ഉച്ചകോടിയാണിത്. പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളിത് ചെയ്യുക മാത്രമല്ല, ഹൃദയപൂർവ്വമായിട്ട് മറ്റുള്ളവർക്ക് പിന്തുണ കൊടുത്തു. ഈ വിധ പാപങ്ങൾ ചെയ്യാൻ മറ്റുള്ളവർക്ക് നിങ്ങൾ പിന്തുണ കൊടുത്തു, സഹായം ചെയ്തു കൊടുത്തു, നിങ്ങളതിൽ സന്തോഷിച്ചു. വല്ലാത്തൊരവസ്ഥയാണത്. അപ്പോൾ അവരുടെ താഴേക്കുള്ള പതനം പൂർണ്ണമായി. താഴേക്കുള്ള അവരുടെ പതനം, അധംപതനം ഇതോടുകൂടി പൂർണ്ണമായി. 5 പടികളിലൂടെയാണ് താഴേക്ക് വീണത്. ഒന്ന്, ദൈവത്തെ പരിജ്ഞാനത്തെ ധരിപ്പാൻ ഇഷ്ടമല്ല, ദൈവത്തെ അറിയാൻ താല്പര്യമില്ല. അത് അവരുടെ മനസ്സുകളെ അധംപതിപ്പിച്ചു, നികൃഷ്ട ബുദ്ധിയിൽ അവരെ ഏൽപ്പിച്ചു. അവരുടെ ജീവിതം അനീതി കൊണ്ട് നിറഞ്ഞു. 4, അവരത്രയും കഠിനപ്പെട്ടവരായി മാറി. ദൈവത്തിൻ്റെ താക്കീതുകളും മുന്നറിയിപ്പുകൾക്കും പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഹൃദയം കഠിനമായി മാറി. അവസാനം ഏറ്റവും ദുഃഖകരമായിട്ട് മാറിയത്, അവരിതെല്ലാം ചെയ്യുക മാത്രമല്ല, മറ്റുള്ളവരെ ചെയ്യാനായിട്ട് സഹായവും ചെയ്തു കൊടുത്തു. അപ്പോൾ ഇവർക്ക് മാനസാന്തരമുണ്ടായില്ല എന്നുള്ളതല്ല അപ്പോസ്തലനെ വേദനിപ്പിച്ചത്. ഇവരിൽ കാണുന്ന ആഘോഷമാണ്, പാപം ചെയ്യുന്നതിൻ്റെ പേരിലുള്ള ആഘോഷമാണ്. ആർത്ത് തിമിർത്ത് ആനന്ദിച്ച് നൃത്തമാടുകയാണ് ഈ പാപം ചെയ്യുന്നവരോടൊപ്പം. ഓരോ പരാജയങ്ങളെ ഓർത്ത് അവർ വേദനിച്ച് ഭയപ്പെട്ട് അതിൽ നിന്ന് മറ്റുള്ളവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഒരു ആഘോഷത്തിൻ്റെ അന്തരീക്ഷം അവർ സംജാതമാക്കി. ഇത് അപ്പോസ്തലനെ വല്ലാതെ വേദനിപ്പിച്ചു. നിങ്ങളിത് ചെയ്യുക മാത്രമല്ല, അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നതിൽ പ്രസാദിക്കുക കൂടെ ചെയ്തു. അവരെ കൈയടിച്ച് അഭിനന്ദിച്ചു. ഓരോ മറ്റുള്ളവരുടെ ആത്മാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി കാവൽക്കാരെ പോലെ ജീവിക്കേണ്ടവരാണ്. അത് ചെയ്യുന്നതിന് പകരം മറ്റുള്ളവരെ കൂടുതൽ തിന്മയിലേക്ക് നശിപ്പിക്കുവാനായിട്ട് തള്ളിവിടുകയാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്, കൂടുതൽ നാശത്തിലേക്ക്. വിലാപമുണ്ടാകേണ്ട സ്ഥാനത്ത് സന്തോഷവും തുള്ളിച്ചാടലും ആനന്ദവുമാണ്. ഇതിനോടുള്ള വെറുപ്പ് പ്രകടമാക്കേണ്ട സമയത്ത് കൈയടിച്ച് അഭിനന്ദിക്കുകയാണ്. ഇത് വല്ലാത്തൊരു അവസ്ഥയാണ്. എങ്ങനെ ദൈവക്രോപം വരാതിരിക്കും? ഇപ്പോൾ പൗലോസിൻ്റെ കുറ്റാരോപണം, പുറജാതികൾ ലോകത്തിനെതിരെയുള്ള കുറ്റാരോപണം നാശത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കുകയാണ്. പ്രപഞ്ചത്തിലുള്ള സകല മതസംവിധാനം മനുഷ്യനിർമ്മിതങ്ങളാണ് മതങ്ങളെങ്കിലും
ഈ മതങ്ങളുടെ ലോകത്ത് ക്രിസ്ത്യാനിത്വം മാത്രമാണ് പാപത്തെ കുറച്ച് കാണാത്തത്. പാപത്തെ ഒരിക്കലും കുറച്ച് കാണാത്തതായ മാർഗം ക്രിസ്തീയ മാർഗം മാത്രമാണ്. ബാക്കി എല്ലായിടങ്ങളും കാലത്തിനനുസരിച്ച്, സംസ്കാരത്തിനനുസരിച്ച്, പുരോഗമനത്തിൻ്റെ പേരിൽ തിന്മകളെ, പാപങ്ങളെ വെള്ളപൂശും. പക്ഷെ ക്രിസ്തീയ മാർഗം പാപത്തെ പാപമെന്ന് വിളിക്കും. ഇപ്പോൾ ഒന്നാമധ്യായം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ പുറജാതിക ലോകം ദൈവത്തിൻ്റെ ക്രോധത്തിന് യോഗ്യരായി നിൽക്കുകയാണ്. രണ്ടാമധ്യായം പ്രവേശിക്കുമ്പോൾ യഹൂദന്മാരോട് ഇടപെടുകയാണ് പൗലോസ്, ദൈവത്തിൻ്റെ ആത്മാവ്. രണ്ടാമധ്യായത്തിൻ്റെ വിഷയം യഹൂദന്മാർക്കും ആവശ്യമായിരിക്കുന്ന ദൈവനീതി. യഹൂദന്മാർക്ക് ഒഴികഴിവില്ല, ജാതികളെപ്പോലെ. രണ്ടാമധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ച് അവസാനിപ്പിക്കാം, ബാക്കി തുടരാം. അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. യഹൂദന്മാർ ധർമ്മിഷ്ഠരാണ്. അവർ സ്വയം അങ്ങനെ ചിന്തിച്ചു. അവർ ഈ പുറജാതികളെക്കുറിച്ചുള്ള പൗലോസിൻ്റെ വാക്കുകൾ കേട്ട വളരെ സന്തോഷിച്ചു. നമ്മളിങ്ങനെയൊന്നും അല്ല എന്നവർ അഭിമാനിച്ചു. പക്ഷേ പൗലോസ് പറയുകയാണ്, വിധിക്കുന്ന നീ, പുറജാതികൾക്ക് മേൽ വരുന്ന ദൈവത്തിൻ്റെ ക്രോധം കണ്ടുകൊണ്ട് നീ അവരെ വിധിക്കുമ്പോൾ നീ അറിയുന്നില്ല നിനക്കും അതേ വിധി തന്നെയാണ്. നിനക്ക് പ്രതിവാദം പറയാൻ നിനക്ക് ഒഴികഴിവില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെയാണ് കുറ്റം വിധിക്കുന്നത്. ദൈവത്തിൻ്റെ അളവുകോല് നിനക്കും ബാധകമാണ്. നീയും കുറ്റക്കാരനാണ്. നീ അവരെക്കാളും കുറ്റക്കാരനാണ്. കാരണം 3-ാം അധ്യായത്തിൽ പ്രവേശിക്കുമ്പോൾ കാണാം യഹൂദന്മാർക്കുള്ള വിശേഷത. 20 വാക്യങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 20 വരെ. യഹൂദന് എന്ത് വിശേഷത, എല്ലാ പരിചര്യയിൽ എന്ത് പ്രയോജനം, സകല വിധത്തിലും വളരെയുണ്ട്. വളരെയധികം ആത്മീക അനുഗ്രഹങ്ങളും പദവികളും എല്ലാം നൽകിത്തന്ന് അനുഗ്രഹിച്ചൊരു സമൂഹമാണ് യഹൂദ സമൂഹം. പക്ഷെ നിനക്കും അതേ വിധി തന്നെയാണ് വരുന്നത്. നീ ഇത്രയും പദവികളും അനുഗ്രഹങ്ങളും വിശേഷങ്ങളും ഉണ്ടായിട്ടും നീ ചെയ്തതെന്താണ്? നിൻ്റെ പാപം വലുതാണ്. കാരണം നിൻ്റെ ഉത്തരവാദിത്വം വലുതായിരുന്നു, നിനക്ക് കിട്ടിയ വെളിച്ചം വലുതായിരുന്നു. അപ്പോൾ നാം ഇതിനൊക്കെ കണ്ടു 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 32 വരെ പുറജാതികൾ ലോകത്തുള്ള ദൈവത്തിൻ്റെ കുറ്റാരോപണം. അപ്പോൾ പൗലോസ് സംസാരിക്കുമ്പോൾ പുറജാതികൾ ലോകത്തിന് വരുന്ന ദൈവത്തിൻ്റെ ക്രോധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യഹൂദന്മാർ ഉത്സാഹപൂർവ്വം ആവേശത്തോടെ തലകുലുക്കിക്കൊണ്ട് പൗലോസിനെ അഭിനന്ദിക്കുകയാണ്. നല്ലത്, കറക്റ്റ്, ശരിയാണ്, ആമേൻ, ശരി, അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ പറയണം എന്ന് ഉത്സാഹിപ്പിക്കുകയാണ്. പക്ഷെ അവർ തിരിച്ചറിഞ്ഞില്ല, അവരും ഇതേ അവസ്ഥയിൽ കിടക്കുകയാണ്. ഒരുപക്ഷെ ചിലർക്ക് സംശയമുണ്ടാകും, 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെ യഹൂദന്മാരെക്കുറിച്ച് തന്നെയാണോ എന്ന്. കാരണം 17-ാം വാക്യത്തിൽ പ്രത്യേകമായിട്ട് നീയോ യഹൂദനെന്ന് പേർ കൊണ്ടും എന്ന് പറഞ്ഞ് ആരംഭിക്കുമ്പോൾ അവിടെ മുതലല്ലേ യഹൂദന്മാരോട് സംസാരിക്കുന്ന ചിന്തയുണ്ടാകും. അല്ല, ആദ്യത്തെ 16 വാക്യങ്ങൾ യഹൂദന്മാരെക്കുറിച്ച് തന്നെയാണ്. കാരണം യഹൂദന്മാരെപ്പോഴും ധാർമ്മിക സത്യസന്ധതയും പരമാർത്ഥതയും മുന്നിൽ പിടിച്ചുകൊണ്ട്, ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ രക്ഷയ്ക്ക് അർഹരാണെന്നുള്ള രീതിയിൽ, ഇതിൻ്റെ നീതിക്ക് അർഹരാണെന്നുള്ള രീതിയിൽ സ്വയം അഭിമാനിച്ച് നിന്നവരാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് 16 വരെയുള്ള വാക്യം പറയുന്ന യഹൂദന്മാരെക്കുറിച്ച് തന്നെയാണ്. അവർ തന്നെയാണ് ഈ അവസ്ഥ നേരിടുന്നത്. അത് എന്തുകൊണ്ടെന്നുള്ളത് നമുക്ക് അടുത്ത പാഠത്തിൽ കൂടുതലായിട്ട് കാണാം. ഈ 16 വാക്യങ്ങളും എന്തുകൊണ്ട് യഹൂദിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത പാഠത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് കിട്ടിയ വെളിച്ചം, നമുക്ക് കിട്ടിയ പരിജ്ഞാനം ബുദ്ധിതലത്തിൽ ശേഖരിച്ച് വെക്കുകയാണോ? പ്രായോഗിക തലത്തിൽ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുകയും സേവിക്കുകയും അനുസരിക്കുകയും ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടോ? നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നു അത് നമ്മളെ സ്വാധീനിക്കുന്നു. ബുദ്ധിതലത്തിൽ ലഭിക്കുന്ന അറിവല്ല, ഓരോ ക്ലാസ്സുകൾ, പാഠങ്ങൾ നമുക്ക് ലഭിക്കുന്നു. വെളിച്ചം കിട്ടുന്നു. എന്തിനാണ് വെളിച്ചം? അതനുസരിച്ച് ജീവിക്കാനാണ്. ഇവിടെ യഹൂദന്മാർ, പുറജാതികൾക്ക് സംഭവിച്ചത്, അവർ ചെയ്തത്, ഈ വക പ്രവർത്തികളെല്ലാം ചെയ്തു, ഈ പാപങ്ങളെല്ലാം അവർ ചെയ്തു. ചെയ്യുക മാത്രമല്ല, മറ്റുള്ളവരെ കൈയടിച്ച് പിന്തുണച്ചു. അത് വലിയൊരു പാതകമാണ്. ഇവർക്കറിയാം, അറിവില്ലായ്മയല്ല, ഇവർക്കറിയാം ഇത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് പിന്തുണയ്ക്കുകയും കൂടെ ചെയ്താൽ ചെയ്ത പാപത്തിൻ്റെ ഇരട്ടിയാണത്. മറ്റൊരാൾ നശിക്കുന്നത്, മറ്റുള്ള ആത്മഹത്യ ചെയ്യുന്നത് കണ്ടുകൊണ്ട് സന്തോഷിക്കുക, മറ്റൊരാൾ തൻ്റെ ആത്മീയ ജീവിതം തകർക്കുന്നത് കണ്ടുകൊണ്ട് സന്തോഷിക്കുക, മറ്റൊരാൾ ദുരുപദേശത്തിലേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് ആനന്ദിക്കുക, കൈയടിച്ച് അഭിനന്ദിക്കുക. ഞാനങ്ങനെ ചെയ്യുന്നത് മാത്രമല്ല, മറ്റുള്ളവരെങ്ങനെ ചെയ്യാൻ പ്രോത്സാഹനം കൊടുക്കുക. അത് ഏറ്റവും വലിയ ബന്ധനമാണ്, ഏറ്റവും വലിയ തകർച്ചയാണ്. ദൈവക്രോധം അവരുടെ മേൽ വന്നേ പറ്റും. അത് തീർച്ചയായും ന്യായം തന്നെയായിരുന്നു. പക്ഷെ ഒരു മനുഷ്യർ ഒഴിഴിവില്ല. നാം പറഞ്ഞു കഴിഞ്ഞ പാഠങ്ങളിൽ ഇതൊരു വശം മാത്രമേ ഉള്ളൂ.
ഈ അവസ്ഥകളിൽ നിന്നൊരു പരിഹാരമുണ്ട്. കർത്താവ് യേശുവിലൂടെ വരുന്നതായ രക്ഷയുടെ മാർഗം. അത് നമ്മെ ഏതവസ്ഥയിൽ കിടക്കുന്നവരെയും വിശ്വാസത്തിൽ ദൈവത്തിലേക്ക് കരമുയർത്തുമ്പോൾ, ഹൃദയമുയർത്തുമ്പോൾ അവൻ നമ്മെ കൈപിടിച്ചുയർത്തും. കർത്താവ് യേശുവിലുള്ള വിശ്വാസത്താൽ ദൈവങ്ങളെ കൈവിടില്ല. നാം മാനസാന്തരപ്പെടാൻ തയ്യാറായാൽ, ചെയ്തു പോയ തെറ്റ്, സംഭവിച്ച തിന്മ, തെറ്റ് ഹൃദയപൂർവ്വം അനുദപിച്ചാൽ ദൈവം നമ്മളെ അംഗീകരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. സുബോധത്തോടെ ജീവിക്കാൻ ദൈവം കൃപ തരട്ടെ. നമുക്ക് ലഭിക്കുന്ന പരിജ്ഞാനം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. വഴിതെറ്റി പോകുന്നവരെ കാണുമ്പോൾ അവർക്കിടെ നിലവിളിക്കുക, പ്രാർത്ഥിക്കുക, അവരെ ശാസിക്കുക, പ്രബോധിപ്പിക്കുക, തീയിൽ നിന്ന് വലിച്ചെടുക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.